ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാണേ. ഈ വീഡിയോ എടുക്കാൻ മെയിനായിട്ടൊരു റീസൺ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ലിഫ്റ്റിന് താഴെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് വന്ന കമൻസിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വെറുതെ വീട്ടിൽ റീച്ചിന് വേണ്ടി ഇരിക്കാമെന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനല്ല. കാരണം ഞാൻ ബേബീനെ 2 വയസ്സുള്ള ബേബീനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ, എന്നെ സ്ഥിരം കാണുന്നവർക്കറിയാം ഹസ്ബൻഡ് എന്താണ് പുള്ളിയുടെ പ്രൊഫഷൻ എന്നുള്ളത്. എന്തായാലും കുഴപ്പമില്ലാത്ത നല്ലൊരു പോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെയും ഭയങ്കര റിസ്ക് ഇല്ലെങ്കിലും ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. സോ ഞാൻ ഇപ്പോൾ ബേബിയുമായിട്ട് ഓവറോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എനിക്കുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ മോനെ നോക്കണം, അങ്ങനെയുണ്ട്. ഞാൻ കുറച്ചൊക്കെ എഴുതും. അപ്പം നമുക്കും നടക്കുന്ന കാര്യങ്ങൾ എഴുതുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. എക്സ്പീരിയൻസ് നമുക്ക് കണ്ടത് വെച്ചിട്ടുള്ളത് എഴുതുന്നു മാത്രം. അല്ല അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളൊന്നും അല്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോളിസ്റ്റിക് പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഓഫീസിൽ എനിക്ക് ജോബ് കിട്ടിയതാണ്. ഇൻ്റർവ്യൂ പാസ്സായതാണ്. അപ്പോൾ അത് ഹസ്ബൻഡുള്ള സമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയായിരുന്നു. അപ്പോൾ ബേബീനെ ഹാൻഡിൽ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അത് ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ബേബീനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഓഫീസിൽ കയറാൻ അങ്ങനെ നോക്കി. പക്ഷേ അത് പറ്റില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബ് ആയതുകൊണ്ട് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് എനിക്കത് മിസ്സായിപ്പോയി. അതിൽ എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറിയിലൂടെ കയറായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഗ്രാജുവേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോബ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയപ്പോൾ തന്നെ കോൺഫിഡൻസ് ആണ്. ഒരു എക്സ്ട്രാ കുറച്ചുകൂടെ ഗ്രാജുവേഷൻസൊക്കെ മാരേജിന് ശേഷം പെൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ആണ് കാര്യങ്ങൾ. അല്ലാതെ ഇരിക്കുകയല്ല. നമ്മളെപ്പോഴും റിസ്ക് എടുത്തവരാണ് ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തവരാണ് സക്സസ് ആകുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് സത്യമായൊരു കാര്യമാണ്. അപ്പം പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഇപ്പം എനിക്കിനി കുറച്ചും കൂടെ അതിൽ കൂടെ ഫോക്കസ്ഡ് ആകുമ്പം ബേബീനെ ഹാൻഡിൽ ചെയ്ത് വരുമ്പം എനിക്ക് ടൈം കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. 3 പേരെ കണ്ടുള്ളെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ യൂട്യൂബിനുമായിട്ട് റീച്ച് കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ മെമ്മറീസ്